പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എന്താണ് ഫ്രാക്ഷൻ എന്ന് ഡിസ്കസ് ചെയ്തു. ടൈപ്സ് ഓഫ് ഫ്രാക്ഷൻ, ഡെസിമൽ ഫ്രാക്ഷൻസ്, അതിൻ്റെ ടൈപ്സ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതിനകത്തിൽ ഒന്ന് മിക്സഡ് ഫ്രാക്ഷനെ എങ്ങനെ ഒരു പ്രോപ്പർ ഫ്രാക്ഷനാക്കി കൺവെർട്ട് ചെയ്യാം എന്നുള്ളത് പഠിച്ചിരുന്നു. ഒരു പ്രോപ്പർ ഫ്രാക്ഷനെ എങ്ങനെ ഒരു മിക്സഡ് ഫ്രാക്ഷൻ ആക്കാമെന്നും നമ്മൾ പഠിച്ചിരുന്നു. അത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ കമ്പാരിസൺ ഓഫ് ഫ്രാക്ഷൻസ്, കുറേ ഫ്രാക്ഷൻസ് തന്നാൽ അതിൽ വലുതേത് ചെറുതേത് എന്ന് കണ്ടുപിടിക്കാനുള്ളൊരു 4-5 വഴിയാണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ഇത്രയും പഠിക്കണം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് അവസാനം പഠിപ്പിച്ച ആ രീതിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അത് എല്ലാവരും നന്നായി പഠിച്ചു വെക്കുക. ദെൻ അതിൻ്റെ ബാക്കിയായിട്ട് ഫ്രാക്ഷൻ്റെ ഓപ്പറേഷനാണ് ഈ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഓക്കെ, അപ്പം പുതിയൊരു ടോപ്പിക്കിലേക്ക് സ്വാഗതം. ഇനി ഫ്രാക്ഷനകത്തിലെ ഓപ്പറേഷൻസ്, രണ്ട് ഫ്രാക്ഷൻ നമ്പേഴ്സ് തന്നു കഴിഞ്ഞാൽ എങ്ങനെ കൂട്ടണം, എങ്ങനെ കുറയ്ക്കണം, എങ്ങനെ ഗുണിക്കണം, എങ്ങനെ ഹരിക്കണം, ഇതൊക്കെ എപ്പോഴും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് വരുന്ന ഫ്രാക്ഷൻസ് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നും ഇതിൻ്റെ സിമ്പിൾ മെത്തേഡാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത കമ്പാരിസൺ ഓഫ് ഫ്രാക്ഷൻ എന്നുള്ളത് നല്ല വൃത്തിയായിട്ട് പഠിക്കുക. അത് മിക്കുള്ള ക്വസ്റ്റ്യനകത്തിലും ഉള്ളൊരു ചോദ്യമാണ് കമ്പാരിസൺ ഓഫ് ഫ്രാക്ഷൻ എന്നുള്ളത്. മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്നൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇനി ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അഡിഷൻ ഓഫ് ഫ്രാക്ഷൻസ്. രണ്ട് ഫ്രാക്ഷൻസ് തന്നു കഴിഞ്ഞാൽ, രണ്ട് ഫ്രാക്ഷണൽ നമ്പേഴ്സ് തന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ കൂട്ടണം നമുക്ക് നോക്കാം. ഇത് രണ്ട് ഫ്രാക്ഷൻ നമ്പേഴ്സ് എഴുതുവാണ്. 2/5 പ്ലസ് 3/5. അങ്ങനെ രണ്ട് ഫ്രാക്ഷൻ നമുക്ക് കൂട്ടാൻ തരുന്നു. 2/5ഉം 3/5ഉം രണ്ട് ഫ്രാക്ഷൻസ് ആണ് അല്ലേ. ഈ രണ്ട് ഫ്രാക്ഷൻസ് നമുക്ക് കൂട്ടാൻ തരുമ്പോൾ ആദ്യം നമ്മൾ നോക്കേണ്ടത് ഈ ഫ്രാക്ഷൻ്റെ ഡിനോമിനേറ്ററിലേക്ക് നോക്കുക. നമുക്ക് സം ചെയ്യാൻ തരുന്ന, കണക്ക് ചെയ്യാൻ തരുന്ന അല്ലെങ്കിൽ കൂട്ടാൻ തരുന്ന ഫ്രാക്ഷൻസിൻ്റെ ഡിനോമിനേറ്ററിലേക്ക് നോക്കുക. ഇവിടെ രണ്ടിടത്തും സെയിം ഡിനോമിനേറ്ററാണ് അല്ലേ. രണ്ടിടത്തും സെയിം ഡിനോമിനേറ്ററാണ്. അങ്ങനെ സെയിം ഡിനോമിനേറ്റർ വന്നു കഴിഞ്ഞാൽ ഈ കണക്കിനെ അല്ലെങ്കിൽ ഈ ഫ്രാക്ഷനെ സം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, സെയിം ഡിനോമിനേറ്റർ ആണെങ്കിൽ അതേ ഡിനോമിനേറ്റർ തന്നെ എഴുതുക. സെയിം ഡിനോമിനേറ്റർ ആണെങ്കിൽ ആൻസറിനകത്തിലും അതേ ഡിനോമിനേറ്റർ തന്നെ എഴുതുക. ദെൻ ന്യൂമറേറ്റർ ഏതൊക്കെ കിടപ്പുണ്ട്? 2ഉം ഉണ്ട് 3ഉം ഉണ്ട് അല്ലേ. ആ 2ഉം 3ഉം കൂടെ കൂട്ടുക. അപ്പോൾ രണ്ട് ഫ്രാക്ഷൻ നമുക്ക് കൂട്ടാൻ തരുമ്പം ആദ്യം നമ്മൾ നോക്കേണ്ടത് ആ ഫ്രാക്ഷൻ്റെ ഡിനോമിനേറ്റർ ഏതൊക്കെയാണെന്ന് നോക്കുക. രണ്ട് ഡിനോമിനേറ്ററും സെയിം ആകുന്ന കേസിൽ നമ്മൾ എന്ത് ചെയ്യണം? സെയിം ഡിനോമിനേറ്റർ എഴുതുക, ന്യൂമറേറ്റർ തമ്മിൽ കൂട്ടി ന്യൂമറേറ്ററായിട്ടും എഴുതുക. അപ്പം നമുക്ക് ആൻസർ 5/5 എന്ന് കിട്ടും. എന്താ 5/5? 1 അല്ലേ. മനസ്സിലായോ? അപ്പോൾ ഓപ്പറേഷൻ ഓഫ് ഫ്രാക്ഷൻസ് ആണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് ഓപ്പറേഷൻ എന്ന് വെച്ചാൽ അഡിഷൻ ആണ്. എന്ന് വെച്ചാൽ രണ്ട് ഫ്രാക്ഷൻസ് കൂട്ടാൻ തരുവാണെങ്കിൽ എങ്ങനെ കൂട്ടണം, എങ്ങനെ കൂട്ടുന്നത്? രണ്ട് ഫ്രാക്ഷൻസ് തരുമ്പം ആദ്യം അതിൻ്റെ ഡിനോമിനേറ്ററിലേക്ക് നോക്കുക. അതിൻ്റെ ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ ആൻസറിനകത്തിൽ അതേ ഡിനോമിനേറ്റർ തന്നെ എഴുതുക. ദെൻ ന്യൂമറേറ്റർ തമ്മിൽ പ്ലസ് ചെയ്ത് ന്യൂമറേറ്ററിലും എഴുതുക. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വേറൊരു നമ്പർ നോക്കാം. 1/7 പ്ലസ് 2/7. എന്താ ക്വസ്റ്റ്യൻ? 1/7 പ്ലസ് 2/7. ഇവിടെ നോക്കിയേ, ഡിനോമിനേറ്ററിലേക്ക് നോക്കുക. ഡിനോമിനേറ്റർ സെയിം ആണ് അല്ലേ. രണ്ടിടത്തും സെയിം ഡിനോമിനേറ്റർ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഡിനോമിനേറ്റർ അതേപോലെ എഴുതുക. ദെൻ ന്യൂമറേറ്റർ തമ്മിൽ കൂട്ടി ന്യൂമറേറ്ററിൽ എഴുതുക. 1 + 2 3/7. അപ്പോൾ കൂട്ടുന്നതിനകത്തിലെ ഫസ്റ്റ് കണ്ടീഷൻ നമ്മൾ പഠിച്ചു. എന്താ? ഡിനോമിനേറ്റർ സെയിം ആയിട്ടുള്ള രണ്ട് ഫ്രാക്ഷനാണ് നമുക്ക് കൂട്ടാൻ തരുന്നതെങ്കിൽ, ഡിനോമിനേറ്റർ സെയിം ആയിട്ടുള്ള രണ്ട് ഫ്രാക്ഷനാണ് നമുക്ക് കൂട്ടാൻ തരുന്നതെങ്കിൽ അതേ ഡിനോമിനേറ്റർ തന്നെ എഴുതുക, ന്യൂമറേറ്റർ തമ്മിൽ കൂട്ടി ന്യൂമറേറ്ററിലും എഴുതുക. നമുക്ക് ഇതിൻ്റെ ഒരു ജനറൽ ഫോർമുല പഠിക്കാം. a/b പ്ലസ് c/b. ഇവിടെ നോക്കിയേ, രണ്ടിടത്തും ഡിനോമിനേറ്റർ ആരാണ്? ഡിനോമിനേറ്റർ b എന്ന് പറയുന്ന നമ്പറാണ് അല്ലേ. അങ്ങനെ b എന്ന് പറയുന്ന സെയിം ഡിനോമിനേറ്ററുള്ളൊരു നമ്പർ കൂട്ടാൻ തരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആൻസറിനകത്ത് സെയിം ഡിനോമിനേറ്റർ എഴുതും. ദെൻ ന്യൂമറേറ്റർ തമ്മിൽ കൂട്ടി ന്യൂമറേറ്ററിലും എഴുതും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ജനറൽ ഫോർമുല. എന്താ? a/b പ്ലസ് c/b ഈക്വൽ ടു a പ്ലസ് c/b. മനസ്സിലായല്ലോ? ഓക്കെ, ഒരു 2-3 ക്വസ്റ്റ്യൻ നമുക്കൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം. 1/9 പ്ലസ് 5/9 ഒന്ന് കൂട്ടി നോക്കിയേ. രണ്ടിൻ്റെയും ഡിനോമിനേറ്റർ 9 ആണ്. അപ്പോൾ ആൻസറിനകത്ത് സെയിം ഡിനോമിനേറ്റർ എഴുതും. ദെൻ ന്യൂമറേറ്റർ തമ്മിൽ കൂട്ടി ന്യൂമറേറ്ററിൽ എഴുതും. ആൻസർ 6/9 എന്ന് കിട്ടും അല്ലേ. അടുത്തതോ 3/7 പ്ലസ് 5/7.
എന്ത് ചെയ്യും നമ്മൾ? ആദ്യം സെയിം ഡിനോമിനേറ്റർ ആണ്, അതുകൊണ്ട് ഡിനോമിനേറ്റർ അതേപോലെ തന്നെ എഴുതുക. ന്യൂമറേറ്ററിലുള്ള സംഖ്യകൾ തമ്മിൽ കൂട്ടി ന്യൂമറേറ്ററിലും എഴുതുക. അപ്പോൾ ആൻസർ 8/7 എന്ന് കിട്ടി. മനസ്സിലായോ? ഡൗട്ട് വല്ലതും ഉണ്ടോ? ഓക്കെ. അപ്പോൾ സെയിം ഡിനോമിനേറ്ററുള്ള രണ്ട് നമ്പേഴ്സ്, രണ്ട് ഫ്രാക്ഷൻസ് ആണ് കൂട്ടാൻ തരുന്നതെങ്കിൽ സെയിം ഡിനോമിനേറ്റർ എഴുതുക, ന്യൂമറേറ്റർ തമ്മിൽ കൂട്ടി ന്യൂമറേറ്ററിലും എഴുതുക. മനസ്സിലായല്ലോ? അടുത്തതിനകത്ത് നോക്കിയേ, നമ്മൾ രണ്ട് നമ്പേഴ്സ് എഴുതുക. 2/5 പ്ലസ് 3/7. അപ്പോൾ രണ്ട് ഫ്രാക്ഷൻസ് കൂട്ടാൻ തരുമ്പോൾ നമ്മൾ ആദ്യം പഠിച്ച കണ്ടീഷൻ അനുസരിച്ച് രണ്ട് ഫ്രാക്ഷൻസ് കൂട്ടാൻ തരുമ്പോൾ ആദ്യം നമ്മൾ എങ്ങോട്ടേക്കാണ് നോക്കേണ്ടത്? രണ്ട് ഫ്രാക്ഷൻ്റെയും ഡിനോമിനേറ്റർ നോക്കുക. ഇവിടെ 5 ആണ്, ഇവിടെ 7 ആണ് അല്ലേ? രണ്ടിടത്തും ഡിനോമിനേറ്റർ ഡിഫറൻ്റ് ആണ്. ഒരിടത്ത് 5 ആണ്, ഒരിടത്ത് 7 ആണ്. അപ്പം രണ്ട് ഡിനോമിനേറ്ററും ഡിഫറൻ്റ് ആയിട്ട് വന്നു. അങ്ങനെ ഡിനോമിനേറ്റർ ഡിഫറൻ്റ് ആയിട്ടാണ് വരുന്നതെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നതെന്ന് നോക്കിക്കോണേ. ഫസ്റ്റിലേക്ക് കിടക്കുന്ന ഫ്രാക്ഷൻ്റെ ന്യൂമറേറ്ററിനെ രണ്ടാമത് കിടക്കുന്ന ഫ്രാക്ഷൻ്റെ ഡിനോമിനേറ്റർ കൊണ്ട് ഗുണിക്കുക. 2 × 7. ഇനി എന്ത് ചെയ്യണം? ഇവിടെ കൂട്ടാനല്ലേ പറഞ്ഞേക്കുന്നത്, രണ്ട് ഫ്രാക്ഷൻ തമ്മിൽ കൂട്ടാനല്ലേ പറഞ്ഞേക്കുന്നത്, അതുകൊണ്ട് നമ്മളിവിടെ കൂട്ടുന്നു. ഇനി എന്ത് ചെയ്യണം? ആദ്യത്തെ ഫ്രാക്ഷൻ്റെ ഡിനോമിനേറ്റർ കൊണ്ട് രണ്ടാമത്തെ ഫ്രാക്ഷൻ്റെ ന്യൂമറേറ്ററിലേക്ക് ഗുണിക്കുക. 5 × 3. ഇതാണ് നമ്മൾ ന്യൂമറേറ്റർ ആയിട്ട് എഴുതുന്നത്. എന്ന് വെച്ചാൽ ക്രോസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഗുണിച്ചിട്ട് തമ്മിൽ കൂട്ടി എഴുതുന്നതാണ് നമ്മുടെ ന്യൂമറേറ്റർ. ഇനി ഡിനോമിനേറ്റർ എന്താ? ഓക്കെ, ഇവിടെ 5 ആണ് ഡിനോമിനേറ്റർ, ഇവിടെ 7 ആണ് ഡിനോമിനേറ്റർ. ഇത് തമ്മിൽ ഗുണിച്ച് ഡിനോമിനേറ്റർ ആയിട്ട് എഴുതുക. 5 × 7. മനസ്സിലായോ? അപ്പം ന്യൂമറേറ്റർ ഈക്വൽ അല്ലാത്ത രണ്ട് നമ്പേഴ്സ് നമുക്ക് കൂട്ടാൻ തരുമ്പോൾ എന്ത് ചെയ്യണം? ആദ്യം കിടക്കുന്ന ഫ്രാക്ഷൻ്റെ ന്യൂമറേറ്ററിനെ രണ്ടാമത് കിടക്കുന്ന ഫ്രാക്ഷൻ്റെ ഡിനോമിനേറ്റർ കൊണ്ട് ഗുണിക്കുക. കൂട്ടാൻ തന്നേക്കുന്നതുകൊണ്ട് പ്ലസ് ഇട്ടതിന് ശേഷം ആദ്യം കിടക്കുന്ന ഫ്രാക്ഷൻ്റെ ഡിനോമിനേറ്റർ കൊണ്ട് രണ്ടാമത് കിടക്കുന്ന ഫ്രാക്ഷൻ്റെ ന്യൂമറേറ്ററിലേക്ക് ഗുണിക്കുക. എന്നിട്ട് ഡിനോമിനേറ്റർ എന്തായിട്ട് എഴുതണം? നമ്മുടെ ആൻസറിൻ്റെ രണ്ട് ഫ്രാക്ഷൻ്റെയും ഡിനോമിനേറ്റർ തമ്മിൽ ഗുണിച്ച് ഡിനോമിനേറ്റർ ആയിട്ട് എഴുതുക. ദെൻ ചെയ്ത് നോക്കുക. 2 × 7 14 പ്ലസ് 5 × 3 15 ഡിവൈഡ് ബൈ 5 × 7 35. ആൻസർ എത്ര കിട്ടും? 29/35 എന്ന് കിട്ടും. മനസ്സിലായോ? എങ്ങനെയാണ് രണ്ട് ഫ്രാക്ഷൻ കൂട്ടുന്നതെന്ന് മനസ്സിലായോ? ഒന്നും കൂടെ ചെയ്ത് നോക്കാം. 2/5 പ്ലസ് 3/7. എങ്ങനെയാണ് ചെയ്യുന്നത്? ആദ്യത്തെ ന്യൂമറേറ്റർ കൊണ്ട് രണ്ടാമത് കിടക്കുന്ന ഡിനോമിനേറ്ററിനെ ഗുണിക്കുക. 2 × 7. കൂട്ടാൻ തന്നേക്കുന്നതുകൊണ്ട് കൂട്ടുക. അടുത്തത് ആദ്യത്തെ ഡിനോമിനേറ്റർ കൊണ്ട് രണ്ടാമത് കിടക്കുന്നതിൻ്റെ ന്യൂമറേറ്ററിനെ ഗുണിക്കുക. 5 × 3 ഡിവൈഡഡ് ബൈ രണ്ടിൻ്റെയും ഡിനോമിനേറ്റർ ഉണ്ടല്ലോ, രണ്ടെണ്ണത്തിൻ്റെയും ഡിനോമിനേറ്റർ തമ്മിൽ ഗുണിക്കുക. 5 × 7. ആൻസർ 14 പ്ലസ് 15 ഡിവൈഡ് ബൈ 35 എന്ന് കിട്ടും. 29 ഡിവൈഡ് ബൈ 35 എന്ന് ആൻസർ കിട്ടും. മനസ്സിലായല്ലോ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഒരേ ഡിനോമിനേറ്റർ ആണ് നമുക്ക് തരുന്നതെങ്കിൽ, ഒരേ ഡിനോമിനേറ്ററുള്ള രണ്ട് ഫ്രാക്ഷനാണ് നമുക്ക് കൂട്ടാൻ തരുന്നതെങ്കിൽ സെയിം ഡിനോമിനേറ്റർ എഴുതുക, ന്യൂമറേറ്റർ തമ്മിൽ കൂട്ടി ന്യൂമറേറ്ററിൽ എഴുതുക. ഇനി ഡിനോമിനേറ്റർ ഡിഫറൻ്റായ രണ്ട് നമ്പേഴ്സാണ് നമുക്ക് കൂട്ടാൻ തരുന്നതെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യത്തെ ന്യൂമറേറ്റർ കൊണ്ട് രണ്ടാമത് കിടക്കുന്നതിൻ്റെ ഡിനോമിനേറ്ററെ ഗുണിക്കുക. പ്ലസ് ആദ്യം കിടക്കുന്ന ഡിനോമിനേറ്റർ കൊണ്ട് രണ്ടാമത്തെ ന്യൂമറേറ്ററിലേക്ക് ഗുണിക്കുക. ഡിവൈഡഡ് ബൈ രണ്ടിൻ്റെയും ഡിനോമിനേറ്റർ തമ്മിൽ ഗുണിച്ച് ഡിനോമിനേറ്റർ ആയിട്ടും എഴുതുക. മനസ്സിലായല്ലോ? അപ്പോൾ ഇതിൻ്റെ ഒരു ജനറൽ ഫോർമുല എല്ലാവരും പഠിച്ചു വെച്ചേക്കുക. എന്താ ജനറൽ ഫോർമുല വരുന്നത്? A/B പ്ലസ് C/D ഈക്വൽ ടു, എങ്ങനെയാണ് ചെയ്യാൻ പറഞ്ഞത്? ഒന്നിൻ്റെ ആദ്യ ഫ്രാക്ഷൻ്റെ ന്യൂമറേറ്റർ ഇൻറ്റു രണ്ടാമത്തെ ഫ്രാക്ഷൻ്റെ ഡിനോമിനേറ്റർ പ്ലസ് ആദ്യ ഫ്രാക്ഷൻ്റെ ഡിനോമിനേറ്റർ ഇൻറ്റു രണ്ടാമത്തിൻ്റെ ന്യൂമറേറ്റർ ഡിവൈഡഡ് ബൈ രണ്ടിൻ്റെയും ഡിനോമിനേറ്റർ. അപ്പം A/B പ്ലസ് C/D, ഡിനോമിനേറ്റർ വ്യത്യസ്തമായ രണ്ട് ഫ്രാക്ഷൻ തമ്മിൽ കൂട്ടാൻ തരുമ്പോൾ എന്ത് ചെയ്യണം? A/B പ്ലസ് C/D ഈക്വൽ ടു AD പ്ലസ് BC/BD. ഈ ഒരു ഫോർമുല പഠിച്ചു വച്ചേക്കുക. ഓക്കെ ആണല്ലോ?
ആ ഫോർമുല വെച്ചൊന്ന് ചെയ്ത് നോക്കാം നമുക്കൊരു കണക്ക്. ദേ 4/9 പ്ലസ് 3/8. എന്തായാലും നമ്മുടെ ഫോർമുല A/B പ്ലസ് C/D ഈക്വൽ ടു AD പ്ലസ് BC/BD. ഇതായിരുന്നു ഫോർമുല അല്ലേ. ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കി. ഇവിടെ 4 × 8 പ്ലസ് 3 × 9 അല്ലേ, B × C. ഓക്കെ, ചെയ്തേക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയേ. 4 × 8 പ്ലസ് 9 × 3 അല്ലെങ്കിൽ 3 × 9 ഡിവൈഡഡ് ബൈ രണ്ടിൻ്റെയും ഡിനോമിനേറ്റർ തമ്മിൽ ഗുണിക്കുക. 9 × 8 എത്ര കിട്ടും നമുക്ക് ആൻസർ? 32 പ്ലസ് 3 × 9 27 ഡിവൈഡഡ് ബൈ 9 × 8 72. ദെൻ 9 59 ഡിവൈഡഡ് ബൈ 72 എന്ന ആൻസർ കിട്ടും. കണ്ടോ? അപ്പോൾ ഈ ഫോർമുല പഠിച്ചു വെച്ചേക്കുക. A/B പ്ലസ് C/D ഈക്വൽ ടു AD പ്ലസ് BC/BD. അപ്പോൾ രണ്ട് ഫ്രാക്ഷൻ എങ്ങനെ കൂട്ടാമെന്ന് പഠിച്ചല്ലോ. ആദ്യം ഡിനോമിനേറ്ററിലേക്ക് നോക്കുക. ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ ന്യൂമറേറ്റർ തമ്മിൽ കൂട്ടി ന്യൂമറേറ്ററിൽ എഴുതുക, ഡിനോമിനേറ്റർ അത് തന്നെ എടുക്കുക. അടുത്തത് ഡിനോമിനേറ്റർ ഡിഫറൻ്റ് ആയിട്ടുള്ള രണ്ട് നമ്പേഴ്സാണ് നമുക്ക് കൂട്ടാൻ തരുന്നതെങ്കിൽ ഏത് ഫോർമുല ഉപയോഗിക്കണം? A/B പ്ലസ് C/D ഈക്വൽ ടു AD പ്ലസ് BC/BD എന്ന ഫോർമുല ഉപയോഗിച്ച് കണക്ക് ചെയ്യണം. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. അടുത്ത് നോക്കിയേ, ഞാൻ അടുത്തൊരു ക്വസ്റ്റ്യൻ എഴുതുക. 2 3/4 പ്ലസ് 3 7/2. ഓക്കെ, ഇത് ഏത് തരം ഫ്രാക്ഷനാ? മിക്സഡ് ഫ്രാക്ഷനാണ് അല്ലേ. മിക്സഡ് ഫ്രാക്ഷനായ രണ്ട് നമ്പേഴ്സ് നമുക്ക് കൂട്ടാൻ തന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? മിക്സഡ് ഫ്രാക്ഷനായ രണ്ട് നമ്പേഴ്സാണ് നമുക്ക് കൂട്ടാൻ തരുന്നതെങ്കിൽ രണ്ട് വഴിയുണ്ട് കൂട്ടാനായിട്ട്. രണ്ട് രീതിയിൽ നമുക്ക് കൂട്ടാം. ഫസ്റ്റ് വണ്ണ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഇൻറ്റിജേഴ്സ് ഉണ്ടല്ലോ, പൂർണ്ണസംഖ്യകളുണ്ടല്ലോ. ഇവിടെ ഒരു 2 ഉണ്ട് അല്ലേ, ഇവിടെ ഒരു 2 ഉണ്ട്, ഇവിടെ ഒരു 3 ഉണ്ട്. ഇത് തമ്മിൽ കൂട്ടുക. 2 + 3. അതിൻ്റെ കൂടെ ബാക്കിയുള്ള ഫ്രാക്ഷൻ ഉണ്ടല്ലോ, ആ ഫ്രാക്ഷൻ 3/4 പ്ലസ് ഇവിടുത്തെ ഫ്രാക്ഷൻ 7/2. ഇത് തമ്മിൽ കൂട്ടി എഴുതുക. അപ്പോൾ എങ്ങനെ? മിക്സഡ് ഫ്രാക്ഷനായിട്ടുള്ള രണ്ട് ഫ്രാക്ഷനാണ് നമുക്ക് കൂട്ടാൻ തരുന്നതെങ്കിൽ എന്ത് ചെയ്യുക? അവിടുത്തെ പൂർണ്ണ നമ്പേഴ്സ് തമ്മിലുണ്ടല്ലോ, അവിടുത്തെ ഇൻറ്റിജേഴ്സ് പൂർണ്ണമായിട്ട് നിൽക്കുന്ന രണ്ട് നമ്പേഴ്സ്, ആ രണ്ട് നമ്പേഴ്സ് തമ്മിൽ ആദ്യം കൂട്ടുക. അവിടെയുള്ള ഫ്രാക്ഷൻ തമ്മിലും കൂട്ടുക. എന്നിട്ട് ഇത് രണ്ടും കൂടെ ഒന്നിച്ചാക്കുക. ഇതാ 2 3 കൂടെ കൂട്ടി 5 എന്ന് എഴുതി. അതിനുശേഷം ഇത് രണ്ടും കൂടെ കൂട്ടുക. രണ്ട് ഫ്രാക്ഷൻസ് കൂട്ടുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ പഠിച്ചല്ലോ. എങ്ങനെയാ? ദേ നമ്മുടെ ഫോർമുല ഉപയോഗിക്കണം. A/B പ്ലസ് C/D ഈക്വൽ ടു AD പ്ലസ് BC/BD എന്ന ഫോർമുല ഉപയോഗിക്കണം. 3 × 2 പ്ലസ് 7 × 4 ഡിവൈഡ് ബൈ 4 × 2. ആൻസർ എത്ര കിട്ടും? 5 പ്ലസ് 6 പ്ലസ് 28 ഡിവൈഡ് ബൈ 8. 5 പ്ലസ് 34 ഡിവൈഡ് ബൈ 8. അപ്പം നമുക്ക് കിട്ടിയ ആൻസർ 5 പ്ലസ് 34 ഡിവൈഡ് ബൈ 8 എന്ന് കിട്ടി അല്ലേ. അപ്പം അടുത്തത് നോക്കിയേ, ഈ 5 ഇത് തമ്മിൽ എങ്ങനെ കൂട്ടാം? 5 പ്ലസ് 34 ഡിവൈഡ് ബൈ 8 എങ്ങനെ കൂട്ടാം? 5 പ്ലസ് 34 ഡിവൈഡ് ബൈ 8 നോക്കിയേ. 5 ഏതൊരു നമ്പറിന് താഴെയും ഡിനോമിനേറ്ററായിട്ട് 1 കാണും. പഠിച്ചു വെച്ചേക്കുക. ഏതൊരു നമ്പറിന് താഴെയും ഡിനോമിനേറ്ററായിട്ട് 1 കാണും. അപ്പോൾ ഈ 5നെ നമുക്ക് 5 ഡിവൈഡഡ് ബൈ 1 എന്ന് എഴുതാം. പ്ലസ് 34 ഡിവൈഡഡ് ബൈ 8. ഇതിനെ നമുക്കിങ്ങനെ മാറ്റി എഴുതാമല്ലോ അല്ലേ. ഏതൊരു നമ്പറിന് താഴെയും ഡിനോമിനേറ്ററായിട്ട് 1 ഉണ്ട്. അതിൻ്റെ കൂടെ 34 ഡിവൈഡ് ബൈ 8 കൂട്ടണം. ഇപ്പോൾ ഇവിടെ നോക്കിയേ, ഇതൊരു രണ്ട് ഫ്രാക്ഷൻ നമ്പേഴ്സ് ആയില്ലയോ? ഇത് തമ്മിൽ രണ്ട് ഫ്രാക്ഷൻ ആയില്ലേ? അപ്പോൾ ഫ്രാക്ഷൻ നമ്പേഴ്സ് കൂട്ടുന്നത് എങ്ങനെയാണ്? 5 × 8 പ്ലസ് 34 × 1 ഡിവൈഡഡ് ബൈ 8 അല്ലേ. അപ്പോൾ ആൻസർ 5 × 8 40 പ്ലസ് 34 ഡിവൈഡ് ബൈ 8 നമുക്ക് ആൻസർ കിട്ടും 74 ഡിവൈഡഡ് ബൈ 8 എന്ന ആൻസർ കിട്ടും.
74 ഡിവൈഡ് ബൈ 8 എന്ന ആൻസർ കിട്ടും. അപ്പോൾ എന്താ ചെയ്തത്? ആദ്യമേ രണ്ട് മിക്സർ ഫ്രാക്ഷനാണ് നമുക്ക് കൂട്ടാൻ തരുന്നതെങ്കിൽ മിക്സർ ഫ്രാക്ഷൻ എന്താണെന്ന് നമുക്കറിയാം അല്ലേ? ഒരു ഇൻറ്റിജറും ഒരു ഫ്രാക്ഷനും കൂടെ ചേർന്നിരിക്കുന്നതിനെയാണ് മിക്സർ ഫ്രാക്ഷൻ എന്ന് വിളിക്കുന്നത്. ആ മിക്സർ ഫ്രാക്ഷനിലെ രണ്ട് ഇൻറ്റിജർ തമ്മിൽ ആദ്യം കൂട്ടുക, അതിനോടൊപ്പം അതിൻ്റെ രണ്ട് ഫ്രാക്ഷൻസ് തമ്മിൽ കൂട്ടുക. അപ്പം അങ്ങനെ കൂട്ടി വരുമ്പം ഇൻറ്റിജേഴ്സ് തമ്മിൽ കൂട്ടി കിട്ടുന്ന ഒരു ഇൻറ്റിജറും നമുക്ക് കിട്ടും, ഫ്രാക്ഷൻസ് തമ്മിൽ കൂട്ടി കിട്ടുന്ന ഒരു ഫ്രാക്ഷനും നമുക്ക് കിട്ടും. അപ്പോൾ ഇൻറ്റിജറും ഫ്രാക്ഷനും തമ്മിൽ കൂട്ടണം അല്ലേ? അപ്പോൾ നമുക്കറിയാം ഏത് നമ്പറിൻ്റെ താഴെയും ഡിനോമിനേറ്ററായിട്ട് 1 ഉണ്ട്. ആ 1നെ ഇട്ട് കൊടുത്ത് അതൊരു ഫ്രാക്ഷൻ ആക്കുക. ദെൻ ഇപ്പോൾ ഇത് രണ്ടും ഫ്രാക്ഷണൽ നമ്പേഴ്സായി. ആ രണ്ട് ഫ്രാക്ഷൻ നമ്പേഴ്സ് സാധാ രീതിയിൽ നമ്മൾ കൂട്ടുന്ന പോലെ കൂട്ടുക, ആൻസർ കിട്ടും. ഇതാണ് ഒന്നാമത്തെ വഴി. എന്താണ് ഇതിൻ്റെ എളുപ്പ വഴി എന്ന് നോക്കിയേ. അടുത്ത വഴി എന്താണെന്ന് നോക്കിയേ. എന്താ? ഈ രണ്ട് മിക്സർ ഫ്രാക്ഷനെ ആദ്യം ഒരു നോർമൽ ഫ്രാക്ഷനാക്കി കൺവേർട്ട് ചെയ്യുക. ഇതിനെ രണ്ടിനെയും ഒരു നോർമൽ ഫ്രാക്ഷനാക്കി കൺവേർട്ട് ചെയ്യുക. എങ്ങനെയാണ് ഒരു മിക്സർ ഫ്രാക്ഷനെ നോർമൽ ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ ആ വീഡിയോ കണ്ടത് മനസ്സിലാക്കുക. അപ്പോൾ എങ്ങനെയാണ് ഒരു മിക്സർ ഫ്രാക്ഷനെ പ്രോപ്പർ ഫ്രാക്ഷൻ ആക്കുന്നത് നോക്കി. ഇവിടുത്തെ 2 അല്ലേ, ആ 2 കൊണ്ട് ഡിനോമിനേറ്ററിനെ ഗുണിക്കുക. ദെൻ ന്യൂമറേറ്റർ കൂട്ടുക. ഡിവൈഡഡ് ബൈ ഇവിടെ കിടക്കുന്ന ഡിനോമിനേറ്റർ ഏതാണോ ആ ഡിനോമിനേറ്റർ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും 2 × 4 8, 8 + 3 11 ഡിവൈഡഡ് ബൈ 4. അപ്പം 2 3/4നെ നമ്മൾ ഒരു നോർമൽ ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്തു, 11/4. അതേപോലെ അടുത്ത ഫ്രാക്ഷനെയും ഒന്ന് കൺവേർട്ട് ചെയ്തേ. എങ്ങനെയാ? 3 × 2 + 7 ഡിവൈഡ് ബൈ 2 എത്ര കിട്ടും? 13 ഡിവൈഡ് ബൈ 2 എന്ന് കിട്ടും. ഇപ്പോൾ നോക്കിയേ, ഈ മിക്സർ ഫ്രാക്ഷന് വരെ നമുക്ക് രണ്ട് പ്രോപ്പർ ഫ്രാക്ഷൻസ് കിട്ടി അല്ലേ? ഏതൊക്കെയാ? 11/4 + 13/2 എന്ന് പറയുന്ന രണ്ട് ഫ്രാക്ഷൻ കിട്ടി. ഇനി ഈ രണ്ട് ഫ്രാക്ഷനെ നമ്മൾ കൂട്ടുക. എന്താ? ഫ്രാക്ഷൻ കൂട്ടാൻ തരുമ്പോൾ ആദ്യം നോക്കേണ്ടത് ഡിനോമിനേറ്ററിലേക്ക് നോക്കുക. ഡിനോമിനേറ്റർ സെയിം ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഡിനോമിനേറ്റർ സെയിം അല്ല അല്ലേ? അപ്പോൾ അങ്ങനെ സെയിം അല്ലാതെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഏത് ഇക്വേഷൻ ഉപയോഗിക്കും? ഈ കിടക്കുന്ന ജനറൽ ഫോർമുല ഉപയോഗിക്കും. എത്ര കിട്ടും നമുക്ക്? 11 × 2 പ്ലസ് 4 × 13 അല്ലേ? ഈ 13 × 4 ഡിവൈഡ് ബൈ 4 × 2 എത്ര കിട്ടും? 11 × 2 എത്ര കിട്ടും? 22 പ്ലസ് 52 ഡിവൈഡഡ് ബൈ 4 × 2 8. ആൻസർ എത്ര കിട്ടും? 74 എന്ന് കിട്ടും. ഡിനോമിനേറ്റർ 8. അപ്പം 74 ഡിവൈഡ് ബൈ 8 എന്ന ആൻസർ കിട്ടും. മനസ്സിലായോ? കഴിഞ്ഞ കണക്ക് നമ്മൾ ചെയ്തപ്പോഴും 74 ഡിവൈഡ് ബൈ 8 എന്ന ആൻസർ കിട്ടിയില്ലേ? ഓക്കെ. അപ്പോൾ നമ്മൾ 3 രീതി പഠിച്ചു. ഒന്ന്, ഡിനോമിനേറ്റർ സെയിം ആയിട്ട് വരുന്ന രണ്ട് ഫ്രാക്ഷൻസ് തമ്മിൽ എങ്ങനെ കൂട്ടാമെന്ന് പഠിച്ചു. ഡിനോമിനേറ്റർ സെയിം അല്ലാത്ത രണ്ട് ഫ്രാക്ഷൻസ് തമ്മിൽ കൂട്ടുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചു. ഒരു മിക്സർ ഫ്രാക്ഷനെ രണ്ട് രീതിയിൽ നമുക്ക് കൂട്ടാമെന്നും പഠിച്ചു അല്ലേ? അതിൽ എളുപ്പമുള്ള വഴി ഏതാ? ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത ഇതാണ് ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ആ വേ എന്ന് പറയുന്നത്. എന്താ? മിക്സർ ഫ്രാക്ഷനെ പ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? ആ ഫ്രാക്ഷൻസ് തമ്മിൽ സാധാ കൂട്ടുന്ന പോലെ കൂട്ടുക. ഓക്കെ ആണോ? ഇനി അടുത്തത് നോക്കാം. അടുത്ത ഓപ്പറേഷൻസ് നോക്കാം. സബ്സ്ട്രാക്ഷൻസ് ഓഫ് ഫ്രാക്ഷൻസ്. രണ്ട് ഫ്രാക്ഷൻസ് തരുന്നു, അത് തമ്മിൽ സബ്സ്ട്രാക്ട് ചെയ്യുന്നു, അത് തമ്മിൽ കുറയ്ക്കുന്നു. രണ്ട് ഫ്രാക്ഷൻസ് തരുന്നു, ആ രണ്ട് ഫ്രാക്ഷൻസ് തമ്മിൽ കുറയ്ക്കുന്നു. നോക്കാം. 3/9 മൈനസ് 1/9 എന്ത് ചെയ്യാൻ പറഞ്ഞു? ആദ്യം നമുക്ക് തരുന്ന ക്വസ്റ്റ്യൻസിനകത്തിലെ രണ്ട് ഫ്രാക്ഷൻസിൻ്റെയും ഡിനോമിനേറ്ററിലേക്ക് നോക്കുക. ഡിനോമിനേറ്റർ സെയിം ആണ് എന്നുണ്ടെങ്കിൽ കൂട്ടാൻ തരുവാണെങ്കിൽ എന്ത് ചെയ്യും? ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ ന്യൂമറേറ്റർ തമ്മിൽ കൂട്ടി എഴുതുക. അങ്ങനെയാണെങ്കിൽ കുറയ്ക്കാൻ തരുവാണെങ്കിൽ എന്ത് ചെയ്യും? ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ അതേ ഡിനോമിനേറ്റർ എഴുതുക, ന്യൂമറേറ്റർ തമ്മിൽ മൈനസ് ചെയ്ത് ന്യൂമറേറ്റർ ആയിട്ടും എഴുതുക. അപ്പം 2/9 എന്ന് കിട്ടും. മനസ്സിലായോ? നമ്മൾ പ്ലസിനകത്തിൽ എന്താണോ പഠിച്ചത് അത് തന്നെ ഇവിടെയും. എന്താ? കൂട്ടാനാണ് തരുന്നതെങ്കിൽ എന്ത് ചെയ്യുക? ന്യൂമറേറ്റർ തമ്മിൽ കൂട്ടി ന്യൂമറേറ്റർ ആയിട്ട് എഴുതുക. കുറയ്ക്കാനാണ് തരുന്നതെങ്കിൽ നെറ്റർ സെയിം ആയിട്ട് എഴുതുക, ന്യൂമറേറ്റർ തമ്മിൽ കുറച്ച് ന്യൂമറേറ്റർ ആയിട്ടും എഴുതുക. മനസ്സിലായല്ലോ? അപ്പോൾ ഇതിൻ്റെ ജനറൽ ഫോർമുല നമുക്ക് എങ്ങനെ എഴുതാം? a/b മൈനസ് c/b ഈക്വൽ ടു സെയിം ഡിനോമിനേറ്റർ ആയതുകൊണ്ട് ഡിനോമിനേറ്റർ അങ്ങനെ തന്നെ എഴുതുന്നു, ന്യൂമറേറ്റർ തമ്മിൽ കുറച്ച് ന്യൂമറേറ്റർ ആയിട്ട് എഴുതുന്നു. ഇതാണ് നമ്മുടെ ജനറൽ ഫോർമുല.
ഓക്കെ ആണോ? ഇത് കഴിഞ്ഞതിനകത്ത് നമ്മൾ സം ചെയ്തതിനകത്ത് ഡിസ്കസ് ചെയ്തുകൊണ്ടാണ് ഇത് കൂടുതലായിട്ട് പറയാതെ പോകുന്നത് കേട്ടോ. അടുത്ത് നോക്കിയേ, 7/2 - 1/3. ഇവിടെ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം നോക്കുക, രണ്ടിൻ്റെയും ഡിനോമിനേറ്റർ നോക്കുക. രണ്ടിൻ്റെയും ഡിനോമിനേറ്റർ സെയിം അല്ല, ഡിഫറൻ്റ് ആണ് അല്ലേ? ഒരിടത്ത് 2ഉം ഒരിടത്ത് 3യുമാണ്. അപ്പം ഡിനോമിനേറ്റർ ഡിഫറൻ്റ് ആയിട്ടുള്ള രണ്ട് നമ്പേഴ്സാണ് നമുക്ക് കുറയ്ക്കാൻ തരുന്നതെങ്കിൽ എന്ത് ചെയ്യും? എന്താണോ നമ്മൾ സമ്മിനകത്ത് ചെയ്തത്, കൂട്ടുന്ന എങ്ങനെയാണോ അതേപോലെ തന്നെ കുറയ്ക്കുന്ന ആ പ്രോസസ്സും എന്ത് ചെയ്താൽ മതി? പ്ലസ്സിന് പകരം മൈനസ് മാത്രം ഇട്ടാൽ മതി. എന്താ ചെയ്തത്? ആദ്യത്തെ ഫ്രാക്ഷൻ്റെ ന്യൂമറേറ്റർ ഇൻറ്റു രണ്ടാമത്തെ ഫ്രാക്ഷൻ്റെ ഡിനോമിനേറ്റർ 7/3. ഇനി എന്ത് ചെയ്യണം? അവിടെ കൂട്ടാൻ തന്നുകൊണ്ട് നമ്മൾ കൂട്ടി, ഇവിടെ കുറയ്ക്കാനാണ് തരുന്നത്, അതുകൊണ്ട് നമ്മൾ മൈനസ് ചെയ്തു. ഇനി ആദ്യത്തെ ഡിനോമിനേറ്റർ ഇൻറ്റു രണ്ടാമത്തെ ന്യൂമറേറ്റർ 2/1. ഇനി ഡിനോമിനേറ്ററായിട്ട് നമ്മൾ എന്ത് എഴുതും? രണ്ടിൻ്റെയും ഡിനോമിനേറ്റർ തമ്മിൽ ഇൻറ്റു ചെയ്ത് എഴുതുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടി ആൻസർ? 7/3 21 - 2/1 2 / 2/3 6. ആൻസർ എത്ര കിട്ടി? 19/6 എന്ന് കിട്ടി അല്ലേ? മനസ്സിലായോ? നമ്മൾ പ്ലസിനകത്ത് പഠിച്ച അതേ പ്രോസസ്സ് തന്നെയാണ് മൈനസിനകത്തിലും സബ്സ്ട്രാക്ഷനകത്തിലും നമ്മൾ ചെയ്യുന്നത്. എന്ത് ചെയ്യണം? ആദ്യത്തെ ന്യൂമറേറ്റർ ഇൻറ്റു രണ്ടാമത്തെ ഡിനോമിനേറ്റർ മൈനസ്, കുറയ്ക്കാൻ തരുന്നതുകൊണ്ട് മൈനസ് ആദ്യത്തെ ഡിനോമിനേറ്റർ ഇൻറ്റു രണ്ടാമത്തെ ന്യൂമറേറ്റർ ഡിവൈഡഡ് ബൈ രണ്ടെണ്ണത്തിൻ്റെയും ഡിനോമിനേറ്റർ തമ്മിൽ ഗുണിച്ചെഴുതുന്നത് ഡിനോമിനേറ്ററായിട്ടും എഴുതുക. മനസ്സിലായല്ലോ? ഓക്കെ. എന്തായിരിക്കും ഇതിൻ്റെ ജനറൽ ഫോർമുല? എങ്ങനെ വരും എന്ന് പറഞ്ഞു നോക്കിയേ. ജനറൽ ഫോർമുല A/B - C/D = A/D - C/B ഡിവൈഡഡ് ബൈ B/D അല്ലേ? പഠിച്ചു വെച്ചേക്കുക. മനസ്സിലായല്ലോ? നമ്മൾ സമ്മിനകത്ത് കൂട്ടാനുള്ളതിനകത്ത് നമ്മൾ കണക്ക് ചെയ്തുകൊണ്ടാണ് ഇതിനകത്ത് കൂടുതലായിട്ട് കണക്ക് ചെയ്യാത്ത കേട്ടോ. ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. 7/3 - 2/5. നോക്കിയേ, എന്ത് ചെയ്യണം? രണ്ടിൻ്റെ ഡിനോമിനേറ്ററിലേക്ക് നോക്കുക. ഡിഫറൻറ്റ് ഡിനോമിനേറ്റർ ആണ് അല്ലേ? ഡിനോമിനേറ്റർ ഡിഫറൻ്റ് ആണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുല ഏതാ? A/B - C/D = AD - BC/BD അല്ലേ? ഇത് ഉപയോഗിച്ച് ചെയ്ത് നോക്കിയേ. A/D അതിന് പകരം ഇവിടെ എന്ത് ചെയ്യണം? 7/5 - B/C എന്ത് ചെയ്യണം? 3/2 ഡിവൈഡഡ് ബൈ 3/5. എത്ര കിട്ടും? 7/5 35 - 3/2 6 ഡിവൈഡ് ബൈ 3/5 15. എത്ര കിട്ടും? 29 ഡിവൈഡഡ് ബൈ 15 എന്ന ആൻസർ കിട്ടും. മനസ്സിലായല്ലോ? ഓക്കെ ആണല്ലോ? ഓക്കെ. ഇനി അടുത്തതിനകത്തോട്ട് പോവാം. അപ്പോൾ ആദ്യത്തെ പഠിച്ചു, സെയിം ഡിനോമിനേറ്റർ വരുന്നത് എങ്ങനെ മൈനസ് ചെയ്യണമെന്ന് പഠിച്ചു. ഡിഫറൻറ്റ് ഡിനോമിനേറ്റർ വരുന്നത് എങ്ങനെ മൈനസ് ചെയ്യണമെന്ന് പഠിച്ചു. ഇനി അടുത്ത എന്തായിരിക്കും നമ്മൾ പഠിക്കാൻ പോകുന്നത്? ഒരു മിക്സഡ് ഫ്രാക്ഷൻ തന്നു കഴിഞ്ഞാൽ, രണ്ട് മിക്സഡ് ഫ്രാക്ഷൻ തന്നു കഴിഞ്ഞാൽ എങ്ങനെ മൈനസ് ചെയ്യും നോക്കാം. 1/2 - 2 1/3 അല്ലേ? രണ്ട് മിക്സഡ് ഫ്രാക്ഷൻ തന്നിട്ട് അത് മൈനസ് ചെയ്യാൻ പറഞ്ഞാൽ എങ്ങനെ മൈനസ് ചെയ്യും? ആദ്യത്തെ വഴി നമുക്കറിയാം അല്ലേ? അത് ആ ജനറൽ ഫോർമുല ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചേക്കുക. എങ്ങനെയാണ്? 3ൽ നിന്നും 2 കുറയ്ക്കുക. 3ൽ നിന്നും 2 കുറയ്ക്കുക. എന്ത് ചെയ്യണം? ഇവിടുത്തെ രണ്ട് നമ്പേഴ്സ് ഉണ്ടല്ലോ, ആ നമ്പേഴ്സ് തമ്മിൽ മൈനസ് ചെയ്യുക. 3 - 2. എന്ത് ചെയ്യണം? അതിൻ്റെ കൂടെ ഫ്രാക്ഷൻസ് തമ്മിൽ കുറയ്ക്കുന്നത് കൂട്ടണം. അപ്പം 3 - 2 1 കിട്ടി. പ്ലസ് ഫ്രാക്ഷൻസ് തമ്മിൽ കുറയ്ക്കണം. ഫ്രാക്ഷൻസ് തമ്മിൽ എങ്ങനെയാണ് കുറയ്ക്കുന്നത്? 1/3 3 - 2/1 2 ഡിവൈഡ് ബൈ 6. അപ്പം 1 + 1/6 എന്ന ആൻസർ കിട്ടും. നോക്കിയേ, ഇനി ഇത് കഴിഞ്ഞ് എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? 1നെ എങ്ങനെ എഴുതാം? 1/1 എന്ന് എഴുതാം അല്ലേ? ഏതൊരു നമ്പറിൻ്റെ താഴെയും ഡിനോമിനേറ്ററായിട്ട് 1 ഉള്ളതുകൊണ്ട് 1/1 + 1/6 എന്ന് എഴുതാം. ഇനി ഈ രണ്ട് ഫ്രാക്ഷൻസ് തമ്മിൽ കൂട്ടി എഴുതുന്നതായിരിക്കും നമ്മുടെ ആൻസർ. മനസ്സിലായല്ലോ? മിക്സഡ് ഫ്രാക്ഷൻസ് തമ്മിൽ
സബ്സ്ട്രാക്ട് ചെയ്ത് തരുമ്പോൾ എന്ത് ചെയ്യണം, അതിനകത്തുള്ള പൂർണ്ണ നമ്പേഴ്സ് തമ്മിൽ മൈനസ് ചെയ്യുക, അതിനകത്തുള്ള ഫ്രാക്ഷൻസ് തമ്മിൽ മൈനസ് ചെയ്യുക, ഇത് തമ്മിൽ ആഡ് ചെയ്യുക. മനസ്സിലായല്ലോ? ഓക്കെ. ഇനി ഇതിൻ്റെ എളുപ്പവഴി എന്തായിരിക്കും? എന്താ നോക്കിയേ. ആദ്യം ഈ മിക്സഡ് ഫ്രാക്ഷനെ ഒരു പ്രോപ്പർ ഫ്രാക്ഷനിലാക്കി കൺവെർട്ട് ചെയ്യണം അല്ലേ. എങ്ങനെയായിരിക്കും? 3 1/2 കൺവെർട്ട് ചെയ്യുമ്പോൾ എത്ര കിട്ടും നമുക്ക്? 6 + 1/2 എന്ന് കിട്ടും. ദെൻ 7/2 എന്ന് കിട്ടും. അടുത്തതോ 2 × 3 + 1/3 6 + 1 അതും 7/3 എന്ന് കിട്ടും. അപ്പം 2 നമ്പേഴ്സ് കിട്ടി. ഏതൊക്കെയാ? 7/2 - 7/3. മൈനസ് ചെയ്ത് നോക്കിയേ. 7 × 3 - 7 × 2 / 2 × 3 എത്ര കിട്ടും? 21 - 14/6 7/6 എന്ന ആൻസർ കിട്ടും അല്ലേ. മനസ്സിലായോ? 2 ഫ്രാക്ഷൻസ്, 2 മിക്സഡ് ഫ്രാക്ഷൻസ് തമ്മിൽ കുറയ്ക്കാൻ തരുമ്പോൾ എന്ത് ചെയ്യണം? ആ മിക്സഡ് ഫ്രാക്ഷനെ ഒരു പ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് കൺവെർട്ട് ചെയ്യുക, അതിനുശേഷം ഫ്രാക്ഷൻസ് തമ്മിൽ കുറയ്ക്കുന്നത് അതേപോലെ ചെയ്യുക. ഓക്കെ ആണോ? അടുത്തതിലേക്ക് പോവാം. മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ഫ്രാക്ഷൻസ്. ഇനി 2 ഫ്രാക്ഷൻസ് മൾട്ടിപ്പിൾ ചെയ്യാൻ തന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? വളരെ സിമ്പിളായിട്ടുള്ള പരിപാടിയാണ്. 2 ഫ്രാക്ഷൻസ് മൾട്ടിപ്പിൾ ചെയ്യാൻ തരുമ്പോൾ എന്ത് ചെയ്യണം നോക്കാം. ഇതേ നോക്കിയേ. 2/5 × 3/7 2 ഫ്രാക്ഷൻസ് മൾട്ടിപ്പിൾ ചെയ്യാൻ തരുന്നു. 2 ഫ്രാക്ഷൻസ് തമ്മിൽ ഗുണിക്കാൻ തരുന്നു. ഇവിടെ നോക്കേണ്ടത് എന്ത് ചെയ്യണം? സിമ്പിളായിട്ടുള്ള പരിപാടി. ന്യൂമറേറ്റർ തമ്മിൽ ഗുണിച്ച് ന്യൂമറേറ്ററിൽ എഴുതുക, ഡിനോമിനേറ്റർ തമ്മിൽ ഗുണിച്ച് ഡിനോമിനേറ്ററിൽ എഴുതുക. ഇതാണ് ആൻസർ. എന്താ പറഞ്ഞത്? 2 ഫ്രാക്ഷൻസ് തമ്മിൽ ഗുണിക്കാൻ തരുമ്പോൾ എന്ത് ചെയ്യണം? ന്യൂമറേറ്റർ തമ്മിൽ ഗുണിച്ച് ന്യൂമറേറ്ററിൽ എഴുതുക, ഡിനോമിനേറ്റർ തമ്മിൽ ഗുണിച്ച് ഡിനോമിനേറ്ററിൽ എഴുതുക. ഇവിടെ ന്യൂമറേറ്റർ തമ്മിൽ ഗുണിക്കുമ്പോൾ എത്ര കിട്ടും? 6 എന്ന് കിട്ടും. ഡിനോമിനേറ്റർ തമ്മിൽ ഗുണിക്കുമ്പോൾ എത്ര കിട്ടും? 35 എന്ന് കിട്ടും. ഇതാണ് ആൻസർ. മനസ്സിലായോ? അടുത്തൊരു കണക്ക് ചെയ്ത് നോക്കിയേ. 2/7 × 1/3 എത്ര ആൻസർ കിട്ടും? 2 ഫ്രാക്ഷൻസ് തമ്മിൽ നമുക്ക് ഗുണിക്കാൻ തരുന്നു. എന്ത് ചെയ്യും? ന്യൂമറേറ്റർ തമ്മിൽ ഗുണിച്ച് ന്യൂമറേറ്ററിൽ എഴുതുക. ന്യൂമറേറ്റർ ഏതൊക്കെയാ? 2ഉം 1ഉം അല്ലേ, അത് ഗുണിച്ച് ന്യൂമറേറ്ററിൽ എഴുതുക. ദെൻ ഡിനോമിനേറ്റർ തമ്മിൽ ഗുണിച്ച് ഡിനോമിനേറ്ററിൽ എഴുതുക. 7 × 3 21. അപ്പോൾ ആൻസർ കിട്ടും 2/21 എന്ന ആൻസർ കിട്ടും. മനസ്സിലായോ? എന്തായിരിക്കും ഇതിൻ്റെ ജനറൽ ഫോർമുല? മൾട്ടിപ്ലിക്കേഷൻ്റെ ജനറൽ ഫോർമുല എന്താണെന്ന് നോക്കിയേ. 2 ഫ്രാക്ഷൻസ് അല്ലേ, A/B × C/D 2 ഫ്രാക്ഷൻസ് ഗുണിക്കാൻ തരുന്നു. എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞേക്കുന്നത്? ന്യൂമറേറ്റർ തമ്മിൽ ഗുണിച്ച് ന്യൂമറേറ്ററിൽ എഴുതുക, A × C. ദെൻ ഡിനോമിനേറ്റർ തമ്മിൽ ഗുണിച്ച് ഡിനോമിനേറ്റർ എഴുതുക, B × D. മനസ്സിലായോ? സിമ്പിൾ അല്ലേ? ഓക്കെ. ദെൻ മിക്സഡ് ഫ്രാക്ഷൻ ആണ് ഗുണിക്കാൻ തരുന്നതെങ്കിൽ എന്ത് ചെയ്യണം? മിക്സഡ് ഫ്രാക്ഷനെ ആദ്യം പ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് കൺവെർട്ട് ചെയ്യുക, അതിനുശേഷം ഇതേപോലെ ഗുണിക്കുക. ഒരു കണക്കും കൂടെ ചെയ്ത് നോക്കാം. 2/11 × 3/2 എന്ത് ചെയ്യും നമ്മൾ? ന്യൂമറേറ്റർ തമ്മിൽ ഗുണിച്ച് ന്യൂമറേറ്ററിൽ എഴുതുക, 2 × 3. ഡിനോമിനേറ്റർ തമ്മിൽ ഗുണിച്ച് ഡിനോമിനേറ്ററിൽ എഴുതുക, 11 × 2. ആൻസർ കിട്ടും 6/22. ഓക്കെ ആണോ? ഓക്കെ. അടുത്തത് പോവാം. ഡിവിഷൻ ഓഫ് ഫ്രാക്ഷൻസ്. 2 ഫ്രാക്ഷൻസ് തമ്മിൽ ഡിവൈഡ് ചെയ്യാനാണ് നമുക്ക് തരുന്നതെങ്കിൽ എങ്ങനെ ഡിവൈഡ് ചെയ്യും? നോക്കിയ ക്വസ്റ്റ്യൻ. 2/5 ഡിവൈഡഡ് ബൈ 1/3. എന്താ പറഞ്ഞത്? 2/5 ഡിവൈഡഡ് 1/3. 5 2നെ നമ്മൾ 3/1 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ. 2 ഫ്രാക്ഷൻസ് തന്നു അല്ലേ, ഡിനോമിനേറ്ററെല്ലാം ഡിഫറൻ്റ് ആണ്. 2 ഫ്രാക്ഷൻസ് തരുന്നു. ആ 2 ഫ്രാക്ഷൻസ് തമ്മിൽ ഡിവൈഡ് ചെയ്യാൻ തരുന്നു. 2 ഫ്രാക്ഷൻസ് തരുന്നു. ആ 2 ഫ്രാക്ഷൻസ് തമ്മിൽ ഡിവൈഡ് ചെയ്യാൻ തരുന്നു. എന്ത് ചെയ്യും നമ്മൾ? ഫസ്റ്റ് സ്റ്റെപ്പ് ആദ്യത്തെ ഫ്രാക്ഷൻ അതേപോലെ എടുത്തെഴുതുക. ആദ്യത്തെ ഫ്രാക്ഷൻ അതേപോലെ എടുത്തെഴുതുക. അടുത്തത് ഡിവിഷനാണ് കൊടുത്തേക്കുന്നത് അല്ലേ, ഡിവിഷൻ ചിഹ്നമാണ് കൊടുത്തേക്കുന്നത്. ഈ ഡിവിഷൻ ചിഹ്നം താഴേക്ക് മാറ്റി ഇൻറ്റു ആക്കുക. എന്താ ഫസ്റ്റ് സ്റ്റെപ്പ്? തന്നിരിക്കുന്ന ക്വസ്റ്റ്യനകത്തിലെ ആദ്യത്തെ ഫ്രാക്ഷൻ അതേപോലെ എഴുതുക, ഡിവിഷനെ മാറ്റിയിട്ട് അവിടെ മൾട്ടിപ്ലിക്കേഷൻ കൊടുക്കുക. ഇനി രണ്ടാമത് കിടക്കുന്ന ഫ്രാക്ഷൻ ഉണ്ടല്ലോ, ഈ രണ്ടാമത് കിടക്കുന്ന ഫ്രാക്ഷനെ ഒന്ന് തിരിച്ചിടുമ്പോൾ എത്ര കിട്ടും? 3/1 എന്ന് കിട്ടും. ഡിനോമിനേറ്റർ എടുത്ത് മേളിൽ ഇടുക, ന്യൂമറേറ്ററായിട്ട് ഇടുക, ന്യൂമറേറ്ററിനെ എടുത്ത് ഡിനോമിനേറ്ററായിട്ട് ഇടുക, തിരിച്ചിടുക. മനസ്സിലായല്ലോ?
അപ്പോൾ രണ്ട് ഫ്രാക്ഷൻസ് തമ്മിൽ ഡിവൈഡ് ചെയ്യാൻ തരുമ്പോൾ എന്ത് ചെയ്യണം? ആദ്യത്തെ ഫ്രാക്ഷൻ അതേപോലെ എടുത്ത് എഴുതുക, ഡിവിഷൻ മാറ്റിയിട്ട് അവിടെ മൾട്ടിപ്ലിക്കേഷൻ ചേർക്കുക, രണ്ടാമത്തെ ഡിവിഷനെ തല തിരിച്ചിടുക. ഇപ്പോൾ ഇവിടെ നോക്കിയേ, ഇപ്പോൾ ഇവിടുത്തെ ക്രിയ എന്തായിട്ട് മാറി? ഡിവിഷൻ മാറി, ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആയല്ലോ. എങ്ങനെയാണ് മൾട്ടിപ്പിൾ ചെയ്യുന്നത് നമ്മൾ പഠിച്ചു. എങ്ങനെയാണ് മൾട്ടിപ്പിൾ ചെയ്യുന്നത്? ന്യൂമറേറ്റർ തമ്മിൽ ഗുണിച്ച് ന്യൂമറേറ്ററിൽ എഴുതുക, ഡിനോമിനേറ്റർ തമ്മിൽ ഗുണിച്ച് ഡിനോമിനേറ്ററിൽ എഴുതുക അല്ലേ. ന്യൂമറേറ്റർ തമ്മിൽ ഗുണിക്കുമ്പോൾ എത്ര കിട്ടും? 2 × 3 6 ഡിവൈഡ് ബൈ 5 × 1 5. അപ്പോൾ ആൻസർ കിട്ടും 6/5 എന്ന ആൻസർ കിട്ടും. മനസ്സിലായോ? ഒരു കണക്കും കൂടെ ചെയ്ത് നോക്കാം. 7 ഡിവൈഡ് ബൈ 2 7 ഡിവൈഡ് ബൈ 2 ഡിവൈഡ് ബൈ 3/5. എങ്ങനെ ചെയ്യണമെന്നാണ് പറഞ്ഞത്? ആദ്യത്തെ ഫ്രാക്ഷൻ അതേപോലെ എഴുതുക, 7 ഡിവൈഡ് ബൈ 2. ഫ്രാക്ഷൻ മാറ്റി അവിടെ എന്ത് കൊടുക്കുക? മൾട്ടിപ്ലിക്കേഷൻ കൊടുക്കുക. രണ്ടാമത്തെ ഫ്രാക്ഷൻ തിരിച്ചെഴുതുക, 5/3. ഓക്കെ. ഇനി എന്തുവാ? സാധാരണ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നത് എങ്ങനെ? രണ്ട് ഫ്രാക്ഷൻസ് ന്യൂമറേറ്റർ തമ്മിൽ ഗുണിച്ച് ന്യൂമറേറ്ററിൽ എഴുതുക, ഡിനോമിനേറ്റർ തമ്മിൽ ഗുണിച്ച് ഡിനോമിനേറ്ററിൽ എഴുതുക. ദെൻ 7 × 5 35/2 × 3 6. അപ്പോൾ ആൻസർ കിട്ടി 35 ഡിവൈഡ് ബൈ 6 എന്ന ആൻസർ കിട്ടി. ഓക്കെ. അപ്പം നമ്മൾ ഇതിനകത്തിൽ രണ്ട് ഫ്രാക്ഷൻസ് തമ്മിലുള്ള അഡീഷൻ പഠിച്ചു, സബ്സ്ട്രാക്ഷൻ പഠിച്ചു, മൾട്ടിപ്ലിക്കേഷൻ പഠിച്ചു, ദെൻ ഡിവിഷനും പഠിച്ചു. ഓക്കെ ആണല്ലോ. ഓക്കെ. ഇനി അടുത്തത് രണ്ട് ഫ്രാക്ഷൻസ് തമ്മിൽ നമുക്ക് ഈക്വൽ ഇട്ട് തരുന്നൊരു കേസ് വരും. നമുക്ക് മിക്കുള്ളപ്പോഴും കാണുന്നതാണ്. റേഷ്യോസ് ചെയ്യാൻ നേരത്ത് നമ്മൾ കാണും രണ്ട് ഫ്രാക്ഷൻസ് തമ്മിൽ ഈക്വലായിട്ട് വരും. ഈക്വലായിട്ട് വരുന്ന ഫ്രാക്ഷൻസ് തമ്മിൽ എങ്ങനെ ചെയ്യാം? ഉദാഹരണം a/b = c/d. എങ്ങനെ ചെയ്യും? ഇങ്ങനെ ഈക്വലായിട്ട് തരും. നമ്മൾ ഫ്രാക്ഷൻസ് ഇങ്ങനെയുള്ള കണക്കുകൾ ചെയ്യുന്ന എപ്പോഴും റേഷ്യോസ് കാണാൻ നേരത്തായിരിക്കും. ഇതിനകത്തിൽ ഏതെങ്കിലും ഒരു പാർട്ട് മിസ്സിംഗ് ആയിട്ട് വന്നിട്ട് മിസ്സിംഗ് ആയത് കണ്ടുപിടിക്കുക എന്നുള്ള ക്വസ്റ്റ്യനൊക്കെ ആയിരിക്കും നമുക്ക് തരുന്നത്. അത് വരും കണക്കിൽ നമുക്കത് മനസ്സിലാവും. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നതെന്നും കൂടെ നോക്കാം. രണ്ട് ഫ്രാക്ഷൻസ് ഈക്വൽ ഇട്ട് വന്നു കഴിഞ്ഞാൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് എഴുതിയാൽ മതി. എന്ത് ചെയ്താൽ മതി? രണ്ട് ഫ്രാക്ഷൻസ് ഈക്വൽ ഇട്ട് തരുമ്പോൾ എന്ത് ചെയ്താൽ മതി? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നടത്തിയാൽ മതി. ഇവിടെ നോക്കിയേ, ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈക്വൽ ടുവിന് ഇപ്പുറത്ത് കിടക്കുന്നതിനകത്തിലെ ന്യൂമറേറ്റർ ഉണ്ടല്ലോ, അതിനെ കൊണ്ട് അപ്പുറത്തുള്ള ഫ്രാക്ഷൻ്റെ ഡിനോമിനേറ്ററിനെ ഇൻറ്റു ചെയ്യുക. എന്ന് വെച്ചാൽ ക്രോസ് ആയിട്ട് മൾട്ടിപ്പിൾ ചെയ്യുക. അതിനാണ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ക്രോസ് ആയിട്ട് കിടക്കുന്നതിനെ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുക. അപ്പോൾ a × d ഈക്വൽ അല്ലേ സൈൻ? അപ്പോൾ ആ ഈക്വൽ സൈൻ. ദെൻ b × c. ഇതാണ് നമ്മുടെ ഫോർമുല. രണ്ട് ഫ്രാക്ഷൻസ് തമ്മിൽ ഈക്വൽ ഇട്ട് വരുവാണെങ്കിൽ എന്ത് ചെയ്യണം? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നടത്തണം. എങ്ങനെ? ആദ്യം കിടക്കുന്നതിൻ്റെ ന്യൂമറേറ്റർ ഇൻറ്റു രണ്ടാമത്തിൻ്റെ ഡിനോമിനേറ്റർ ഈക്വൽ ടു ആദ്യം കിടക്കുന്ന ഡിനോമിനേറ്റർ ഇൻറ്റു രണ്ടാമത്തിൻ്റെ ന്യൂമറേറ്റർ. ഈ ഒരു രീതിയും കൂടെ, ഈ ഒരു ക്രിയയും കൂടെ നമ്മൾ പഠിച്ചു വെച്ചേക്കുക. കാരണം ചിലയിടത്ത് നമുക്കിത് ഉപകാരപ്പെടും. അപ്പോൾ ഇതും കൂടെ പഠിച്ചു വെച്ചേക്കുക. അപ്പം ഇന്ന് നമ്മുടെ ഈ വീഡിയോയ്ക്കകത്ത് കൂടെ നമ്മൾ പരിചയപ്പെട്ടത് എങ്ങനെയാണ് ഫ്രാക്ഷൻസിൻ്റെ ഓപ്പറേഷൻസ് അല്ലേ, ഓപ്പറേഷൻ ഓഫ് ഫ്രാക്ഷൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിചയപ്പെട്ടത്. ഫ്രാക്ഷൻസ് എന്നുള്ള ടോപ്പിക്ക് ഓൾമോസ്റ്റ് ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് എന്ന് പറയുന്നത് എങ്ങനെയാണ് രണ്ട് ഫ്രാക്ഷൻസ് ആഡ് ചെയ്യുന്നത്, സബ്സ്ട്രാക്ട് ചെയ്യുന്നത്, മൾട്ടിപ്പിൾ ചെയ്യുന്നത്, ഡിവൈഡ് ചെയ്യുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കുക. അതേപോലെ മിക്സ്ഡ് ഫ്രാക്ഷൻ എങ്ങനെ പ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് പോകാം, കമ്പാരിസൺ ഓഫ് ഫ്രാക്ഷൻസ്. ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതിനകത്തുള്ള ടോപ്പിക്കുകൾ. ഇത്രയും നന്നായിട്ട് പഠിക്കുക. അപ്പോൾ അടുത്തതിനകത്തിൽ നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മൾ ഓർഡർ ഓഫ് ഓപ്പറേഷൻസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് കൂടെ എടുക്കുന്നുണ്ട്. അതിനുശേഷമായിരിക്കും നമുക്ക് ഈ ചാപ്റ്ററിനകത്തുള്ള ഫ്രാക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിനകത്തുള്ള ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.